എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് കുക്കിംഗ് ടിപ്സാണ്. നല്ല സോഫ്റ്റായിട്ട് പാലപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പാലപ്പത്തിന് അരച്ച മാവ് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കുറുക്കുകയും അതിൻ്റെ കൂടെ കുറച്ച് ചോറ് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാലപ്പത്തിന് നല്ല തൂവെള്ള നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ വെള്ള ഭാഗം മാത്രമായിട്ട് എടുക്കാം. അടുത്തതായിട്ട് പാലപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാലപ്പത്തിൻ്റെ മാവിലേക്ക് ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒരു നുള്ളി ഈസ്റ്റിൽ കൂടുതൽ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഒരുപാട് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലപ്പം പെട്ടെന്ന് പൊങ്ങി ഹാർഡായിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല പാലപ്പത്തിൻ്റെ ടേസ്റ്റും മാറിപ്പോകും. അതുപോലെ തന്നെ പാലപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് ചൂട് കൂടിപ്പോയ അപ്പച്ചട്ടിയിലേക്കോ തീരെ ചൂട് കുറഞ്ഞ അപ്പച്ചട്ടിയിലേക്കോ മാവ് ഒഴിച്ചു കൊടുക്കരുത്. പാലപ്പം ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഏറ്റവും മുകളിൽ നിന്ന് കോരി വേണം ഉണ്ടാക്കിയെടുക്കാൻ. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടുകയുള്ളൂ. വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പാകം നിങ്ങൾക്ക് മനസ്സിലാകും. മാവ് ഒഴിക്കുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ. അടുത്തതായിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. പാത്രം ചൂടായി കഴിഞ്ഞ് എണ്ണയൊഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം കടുക് ഇട്ട് കൊടുക്കാൻ. കടുക് പൊട്ടിക്കുമ്പോൾ സവോള ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയുള്ളി ഉപയോഗിക്കുന്നതാണ്. അടുത്തതായിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാവ് അരയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു കൈ ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും അരിയും ഉഴുന്നും കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അതുപോലെ തന്നെ അരി കുതിരാൻ വയ്ക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അടുത്തതായിട്ട് അവൽ നനയ്ക്കുമ്പോഴുള്ള ഒരു ടിപ്പാണ്. സാധാരണയായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും പഞ്ചസാരയും കൂടെ ഇട്ട് നമ്മൾ അവൽ നനച്ചെടുക്കാറുണ്ട്. ഈ കൂട്ടത്തിൽ ഇളം ചൂട് പാലും കൂടെ കുറച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് അവൽ നനച്ചെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും കിട്ടും. അടുത്തതായിട്ട് എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൂരി ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ 4/1 മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എണ്ണ കുടിക്കാത്ത പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എണ്ണപ്പലഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എണ്ണപ്പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെയുള്ള എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് അകം ഭാഗം വേകാതെ വരും. അടുത്തതായിട്ട് ഇറച്ചി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇറച്ചി വേവിക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഇറച്ചിയുടെ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇറച്ചി വന്നതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഇറച്ചി ഒന്ന് ഉലർത്തിയെടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഇരട്ടിയായിട്ട് കിട്ടും. അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ നമുക്ക് മുകളിലായിട്ട് വിതറിക്കൊടുക്കാം. ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. അടുത്തതായിട്ട് പത്തിരിയും മുട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനുള്ള ഒരു ടിപ്പാണ്. 2-3 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇതിൻ്റെ കൂടെ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരിയും മുട്ടയപ്പവും കിട്ടും. ഇന്നത്തെ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.